അങ്ങനെ ഞാൻ ഇതാ കുളിച്ച് സുന്ദരക്കുട്ടപ്പനായി ജോലിക്ക് പോകാനുള്ള പരിപാടിയാണ്. കാണിച്ചുതരാം. നമ്മൾ ആദ്യത്തെ പണിയെന്ന് വെച്ചാൽ ഇത് അമൃതേൻ്റെ വണ്ടി ഇതൊന്നാട് റോഡിന് എത്തിക്കണം. നമുക്ക് വരമ്പത്തോടെ എടുത്തിട്ട് പോകാൻ വേണ്ടി ഭയങ്കര പേടിയാന്ന് വെച്ചാൽ ചെറിയ വരമ്പാന്ന് കാണിച്ചുതരാം. വാ. നമ്മളെ വീട്ടിൽ നിന്ന് റോഡിലേക്കുള്ള വഴി ഈ വഴിയിലോട്ട് പോകേണ്ടതാണ്. അതുകൊണ്ട് അങ്ങനെ അമൃതേൻ്റെ വണ്ടി റോഡിന് വെച്ച് ഞാൻ എൻ്റെ വണ്ടിയുടെ അടുത്തെത്തി. എൻ്റെ വണ്ടി റോഡിനെ വെക്കലേ പീടിയുടെ നോക്കല്. അങ്ങനെ ഞാൻ വണ്ടി ഷർട്ടാക്കി ഹെൽമെറ്റ് വിട്ട് സെറ്റായി വണ്ടി വിട്ട്. ഇനി അടുത്ത് നമ്മളെ കാക്കത്തെത്തി മെയിൻ റോഡാണ്. ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് നമ്മൾ ചങ്ങായി അവിടെ നിൽക്കുന്നുണ്ട്. അവനോട് കൈ കൊണ്ട് കാണിച്ച് ഞാൻ ലേറ്റ് ആയതുകൊണ്ട് വേഗത്തിലങ്ങ് പോയേ. ഇതാ നമ്മളെ കാക്കത്തെത്തി ബസ് സ്റ്റോപ്പ് എത്തി. നമ്മളെ ദുർഗാമേശ്വരത്തിൻ്റെ കവാടമുണ്ട് അവിടെ. ഇപ്പം ഞാൻ നമ്മളെ വളവാടം ടൗണിലെത്തിയിട്ടേ. അതാ വെസ്റ്റ് ഇന്ത്യ പ്ലൈവുഡിൻ്റെ 2 സൈഡിൽ നീല പേരടിച്ച കമ്പനി. ഇനി എൻ്റെ കമ്പനിയിലെത്തി. എൻ്റെ കമ്പനി എന്ന് വെച്ചാൽ മാരുതീൻ്റെ ഇൻഡസ് മോട്ടോഴ്സ് കമ്പനിയാണ്. അതായത് സ്പെയർ പാർട്സിൻ്റെ. കണ്ടോ, ഇതാ നമ്മളെ ശിതു വാങ്ങിയിട്ടുണ്ട് തടിയെ. പീസെല്ലാം കാണിച്ചിട്ട് ഹെൽമെറ്റിൽ ഊരി വെച്ച് ഞാൻ ബൈക്ക് സൈഡാക്കി വെച്ചത് എൻ്റെ വണ്ടിയുടെ അടുത്തെത്തി. ഇതാണ് നമ്മളെ പുലി അശോക് ലാലിൻ്റെ ബോസ്. KL BH 38 വണ്ടി നമ്പർ. നല്ല വണ്ടിയാണ് കേട്ടോ. നല്ല സുഖമാണ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി. ലാലിൻ്റെ വണ്ടിയാണ് പ്രത്യേക സുഖമാണ്. എയർ ക്ലച്ച്, എയർ ബ്രേക്ക് നല്ല സുഖമാണ് ഓടിക്കാൻ വേണ്ടി. നമുക്കിത് കഴുകി വൃത്തിയാക്കണം. അപ്പോൾ നടത്ത പരിപാടി കാണിച്ചാൽ വെള്ള വണ്ടിയായതുകൊണ്ട് അഴുക്ക് പറ്റുന്നുണ്ട്. അതുകൊണ്ട് എപ്പോൾ ഞാൻ കഴുകുന്നുണ്ട്. അല്ലെ പിന്നെ ചളിയായി പിടിക്കും. മഴക്കാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിനെക്കൊണ്ട്. വെള്ളക്കളറായതുകൊണ്ട് പെട്ടെന്ന് ചളി വാരി പിടിച്ചിട്ട് എന്നാ പറയണ്ടേ അങ്ങനെയാവും ഇത്. ഇപ്പം പിന്നെ ഡെയിലി രാവിലെ വന്നിട്ട് ഇങ്ങനെ വെള്ളം എടുത്ത് വെച്ച് കളിയുന്നതുകൊണ്ട് അങ്ങനെ ചളിയൊന്നും പിടിക്കില്ല. അങ്ങനെ ബോഡിയെല്ലാം കോരി വെള്ളം ഒഴിച്ച്. പൈപ്പില്ല കേട്ടോ. പൈപ്പ് ചില ഓസൊന്നുമില്ല. ബക്കറ്റിൽ കോരി കൊണ്ടുവന്ന് വയ്ക്കണം. അതൊരു പണിയാണ്. പൈപ്പ് കുറച്ച് അങ്ങോട്ടേ ഉള്ളത്. അതുകൊണ്ട് 2-3 ബക്കറ്റ് വെള്ളം ഒഴിക്കണം എന്തായാലും. അങ്ങനെ കഴുകി കഴിഞ്ഞ് നമ്മളെ വണ്ടിയിൽ ലോഡ് വരുന്നുണ്ട്. നമ്മുടെ ചെക്കന്മാരുണ്ട്, മിതുണ്ട്, അഖിലുണ്ട്. സായന്താണ് വണ്ടീൻ്റെ ഉള്ളിലുള്ളത്. സായന്താണ് എപ്പോൾ ലോഡാക്കട്ടെ. 2 വണ്ടിയുണ്ട് നമ്മളുടെ. 2 വണ്ടിയിൽ സായന്തം എപ്പോൾ ലോഡാക്കുക. ഇതാ ബോംബെ, നമ്മുടെ ബോംബെ ഉണ്ട്. ബോംബെ അതുപോലെ വെക്കും. നമ്മൾ അശോകൻ്റെ വണ്ടി, നമ്മുടെ ചെറിയ വണ്ടിയുടെ ഡ്രൈവർ. അതാ അശോകൻ്റെ വണ്ടി അടിയുണ്ട്. പിന്നെ വേറെ ആരെല്ലാം ഉണ്ട്. അങ്ങനെ ലോഡായി. ഞാൻ അതാ വണ്ടി എടുത്ത് വണ്ടി കയറി. കാസർഗോഡേക്ക് കേട്ടോ നമുക്ക് വേണ്ടത്. അങ്ങനെ വിട്ട് ഞാനങ്ങനെ വണ്ടി ലോഡാക്കി. ഞാനല്ല നമ്മളെല്ലാം കൂടി വണ്ടി ലോഡാക്കി വണ്ടി വിട്ട് കാസർഗോഡേക്കാണ് പോകുന്നത്. എന്താ ഇവിടെ പിന്നെ ഇടിയില്ലേ പൈപ്പ് പൊട്ടിന്. അതാണ് ഇങ്ങനെ ഈ റോഡ് മേലെ ഇങ്ങനെ ചളിയും വെള്ളം. അതുകൊണ്ട് നമ്മുടെ ടയറും ഇതെല്ലാം എപ്പം വൃത്തിയിടാവും. കുറേ വെള്ളമുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ വണ്ടി വിട്ട് തിരിച്ച് വീണ്ടും ഇതാ നമ്മളെ വളവടണം റെയിൽവേ സ്റ്റേഷൻ ഇതെല്ലാമായിരുന്നു. നല്ല രസമായിട്ട് അവിടെ കാണാൻ വേണ്ടി. ഇതാ നമ്മളെ കാര്യവതക്കൽ അമ്പലത്തി. ഇതാ ഹൈവേ കയറാൻ പോകുന്നത്. ഹൈവേയിലേക്ക് ഫുള്ള് കൊണ്ടും കേട്ടാ. ഇപ്പോൾ അതാ താറ് ചെയ്യുന്നുണ്ടേ. ഓരോ സ്ഥലം താറിയത്. ഇത് ഇണക്കൊരു സ്ഥലത്ത് വേണ്ടിയാണേ. നമ്മളെ വളവട്ടണം പാലം നല്ല രസമായിട്ടാണ്. വളവട്ടണം പാലത്തിൻ്റെ മറ്റേ ഓർബിജനം കാണാൻ വേണ്ടി. മാധവീൻ്റെ വണ്ടി വന്നിട്ട് അങ്ങോട്ടേക്ക് നല്ല ചീറിപ്പണിട്ട്. ഇനിയിപ്പോൾ അതാ വളവട്ടണം പാലം കഴിയാനായി. അതിൻ്റെ ബാക്കി തന്നെ കല്യാൺ ബസ്സും ഉണ്ട്. പിന്നെ അത് പഴയങ്ങാടി റോഡിൽ നിന്ന് ഞാൻ അടുത്തോട്ട് തിരിഞ്ഞ് ഇനി അങ്ങനെ നേരെ നമ്മൾ കോട്ടൺസ് റോഡ് വഴി ഇതായിരുന്നു വലത്തോട്ട് കയറി കോട്ടൺസ് റോഡ് എത്തി. അങ്ങനെ നമ്മൾ തളിപ്പറമ്പ് ബ്രാഞ്ചിലേക്ക് എത്തി. നമ്മളെ വണ്ടി തളിപ്പറമ്പ് ബ്രാഞ്ചിൻ്റെ ഉള്ളിലേക്ക് കയറുമെന്ന്. ബാക്കി വിശേഷം അടുത്ത വീഡിയോ കാണാം. ഓക്കെ.